സർക്കാരിൻ്റെ ധനകാര്യ മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് മിസ്മാനേജ്മെൻറ്റ് എന്ന മറുപടിയാണ് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ നൽകുന്നതെങ്കിൽ ഇന്ന് ബഡ്ജറ്റിൽ സർക്കാർ ആവർത്തിച്ചു പറയുന്നത് നികുതിയേതര വരവിലേക്ക് വന്നാലോ മുൻകാല റെക്കോർഡുകളെ ഭേദിക്കുന്ന തനത് നികുതി വരുമാനമാണ് സംസ്ഥാനത്തുണ്ടാകുന്നത്. 2020-21 നമ്മുടെ തനത് നികുതി വരുമാനം 47,000 ആണെങ്കിൽ 22,000 ആകുമ്പോഴേക്കും 71,000 നടപ്പ് വർഷം 78,000 അത് ബാധിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇരട്ടിയിലധികമാണ് 2 വർഷം കൊണ്ട് നികുതി വരുമാനത്തിൻ്റെ കാര്യത്തിൽ വർധനമുണ്ടാകുന്നത്. 23.36% അത് വർദ്ധിക്കുന്നു. 0.05% വർധനവ് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ചുണ്ടാവുന്നു. അതേസമയം കേന്ദ്രവിഹിതത്തിന്റെ കാര്യത്തിൽ 4.6% കുറവുണ്ടാവുന്നു എന്നാണ് ബഡ്ജറ്റിൽ പരാമർശിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ധനകാര്യ മിസ്മാനേജ്മെന്റ് കേരളത്തിൽ ഇല്ല എന്ന് ബഡ്ജറ്റ് സ്ഥാപിക്കുന്നുണ്ട്. നികുതിയേതര വരുമാനങ്ങളിൽ വർധനവുണ്ടായിട്ടുണ്ട് കേരളത്തിൽ. അത് ബഡ്ജറ്റിലെ കണക്കാണ്. അപ്പോൾ പിന്നെ കേന്ദ്രത്തിന് എങ്ങനെ ഘടകവിരുദ്ധമായി മിസ്മാനേജ്മെന്റ് ഉണ്ടെന്ന് പറയാൻ സാധിക്കുമെന്ന ചോദ്യവും പ്രസക്തമല്ലേ? മിസ്മാനേജ്മെന്റ് എന്ന് പറയാൻ കാരണം അതിപ്പോൾ കേന്ദ്രം പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് നമ്മുടെ മുന്നിൽ അനുഭവഭേദ്യമായിട്ടുള്ള നിരവധിയായിട്ടുള്ള ഉദാഹരണങ്ങളുണ്ട്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കേരളീയം നടക്കുന്ന സമയത്ത് ചീഫ് സെക്രട്ടറി ഹൈക്കോടതിയിൽ കൊണ്ടുപോയി കൊടുത്ത അഫിഡവിറ്റും അതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി നടത്തിയ പരാമർശവും പിന്നീട് വീണ്ടും ആ അഫിഡവിറ്റ് തിരുത്തേണ്ടി വന്ന സാഹചര്യവും നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ അത് കേന്ദ്രം പ്രത്യേകിച്ച് പറയുന്നതല്ല, വളരെ വ്യക്തമായി നിരവധി പാരാമീറ്റേഴ്സ്, നിരവധി ഇൻഡിക്കേറ്റേഴ്സ് വിവിധ ഏജൻസികൾ നടത്തിയിട്ടുള്ള പഠനം, കേരളത്തിൻ്റെ തന്നെ ധവളപത്രം ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ പരിശോധിക്കുന്ന സമയത്ത് രാജ്യത്ത് തന്നെ എക്കണോമിക് സ്ട്രെസ് അനുഭവിക്കുന്ന 4-5 സംസ്ഥാനങ്ങളിൽ ഒന്ന്, ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാനം എന്ന് പറയുന്നത് കേരളമാണ്. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും കേരളം സുപ്രീം കോടതിയിൽ ചൂണ്ടിക്കാണിച്ച് സബ് ജുഡീസ് ആയിട്ടുള്ള വിഷയമാണ്. ഇന്ന് കേന്ദ്രം അക്കാര്യത്തിൽ പാർലമെന്റിൽ മറുപടിയും നൽകിയിട്ടുണ്ട്. ഇവിടെ നോക്കൂ, ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യം, ഈ 3 ലക്ഷം കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് കേരളത്തിലേക്ക് വരണം എന്നാണ് ഞാനും ആഗ്രഹിക്കുന്നത്. 3 ലക്ഷം അല്ല, അതിൽ കൂടുതൽ വരാനുള്ള എല്ലാ അർഹതയും കേരളത്തിനുണ്ട്. ഭൂപ്രകൃതി, അതുപോലെ തന്നെ ജിയോഗ്രാഫിക്കൽ പൊസിഷൻ, നമ്മുടെ തുറമുഖങ്ങളുടെ അവൈലബിലിറ്റി, ഇതെല്ലാം നോക്കിക്കഴിഞ്ഞാൽ ലോകത്ത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡെസ്റ്റിനേഷനായി ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് വരേണ്ട ഒരു സ്ഥലമായിരുന്നു കേരളം. എന്തുകൊണ്ടത് സംഭവിച്ചു എന്ന് ചോദിക്കുന്ന സമയത്ത് നമ്മുടെ പോളിസി പാരാലിസിസ്, നയവൈകല്യങ്ങൾ കൊണ്ടാണ് കേരളം പുറകോട്ട് പോയിട്ടുള്ളത്. നേരത്തെ അരുൺ ചോദിച്ച ചോദ്യത്തിന്റെ ബാക്കി കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ നമ്മളെ ഇൻവെസ്റ്റ്മെന്റിന്റെ കാര്യം പറയുന്ന സമയത്ത്, നമ്മളെ വികസനത്തിന്റെ കാര്യം പറയുന്ന സമയത്ത് അതിനെ നിങ്ങൾ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡസ്ട്രി വെച്ചുകൊണ്ട് പ്രതിരോധിക്കാൻ ശ്രമിക്കരുത്. അത് രണ്ടും വ്യത്യസ്തമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഇൻവെസ്റ്റ്മെന്റ് വരാത്തതിന് പ്രധാനപ്പെട്ട കാരണം നമ്മുടെ നയവൈകല്യം കൊണ്ടുള്ള ചില കാരണങ്ങളുണ്ട്. നമ്മുടെ ലേബർ പോളിസി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ലാൻഡ് പോളിസി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ഇവിടുത്തെ സർക്കാരിന്റെ പ്രവർത്തനം, അതായത് വൈകിപ്പിക്കൽ ഉൾപ്പെടെ. ഉദാഹരണത്തിന് ഇൻവെസ്റ്റർ വരുന്ന സമയത്ത് അയാൾ എത്രമാത്രം ബുദ്ധിമുട്ടിപ്പിക്കാൻ സാധിക്കുമോ അത്രമാത്രം. ഗ്രോത്ത് റേറ്റ് എടുക്കാം. കേരളത്തിന്റെ പെർ ക്യാപിറ്റ ഇൻകത്തിന്റെ ഗ്രോത്ത് റേറ്റ് എത്രയാണ് സർ? അത് കേന്ദ്രത്തിനേക്കാൾ കൂടുതലല്ലേ? കേരളത്തിന്റെ പെർ ക്യാപിറ്റൽ ഇൻകം 6.06%. കേന്ദ്രത്തിന്റെ 5.9%. പെർ ക്യാപിറ്റയിൽ വളർച്ചയുണ്ടായിരിക്കുന്നു. 1,64,000 എന്നതിൽ നിന്ന് 1,74,114 രൂപയിലേക്ക് പ്രതിശീർഷ വരുമാനം വർദ്ധിച്ചു. അപ്പോ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് മാത്രമല്ല, വളർച്ചാ നിരക്കിലും കേരളം മുമ്പിലാണ്. അരുൺ അങ്ങനെയല്ല. അത് നോക്കൂ, നമ്മൾ കേരളത്തിൻ്റെ ഒരു ചരിത്രമുണ്ട്. അതായത് കേരളം രൂപീകരിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ പല വിധത്തിലുള്ള ഇൻഡെക്സുകളിൽ എക്കണോമിക്കലി ഒക്കെ നമ്മൾ ഒരു സ്റ്റെപ്പ് ബാക്കിയുള്ളവരെക്കാൾ മുമ്പിലായിരുന്ന ഒരു കാരണമുണ്ട്. കാരണം കേരളം ഇങ്ങ് തെക്കേ അറ്റത്ത് കിടക്കുന്ന സംസ്ഥാനമായതുകൊണ്ട് തന്നെ പലപ്പോഴും ഈ അധിനിവേശ ശക്തികളുടെ ആക്രമണങ്ങളിൽ നിന്നൊക്കെ നമ്മൾ പലപ്പോഴും വിമുക്തരായിരുന്നു. പിന്നെ കേരളം ഭരിച്ചിരുന്ന ആളുകളുടെ അന്നത്തെ രാജകുടുംബം അടക്കം ചില കാര്യങ്ങളിലൊക്കെ അവരെ നമ്മൾ അംഗീകരിക്കേണ്ടി വരും. പ്രത്യേകിച്ച് ഗവേഷണ മേഖലയിലും പല മേഖലകളിലും അവർ നടത്തിയ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. തിരുവിതാംകൂർ രാജകുടുംബം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഞാൻ അതിലേക്ക് കിടക്കുകയല്ല. ചില കാര്യങ്ങളിൽ അപ്പോൾ സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള പാരാമീറ്ററുകൾ പരിശോധിക്കുന്ന സമയത്ത് കേരളത്തിന് പരമ്പരാഗതമായി തന്നെ ചില കാര്യങ്ങൾ കേരളം മുൻപിലായിരുന്നു വസ്തു. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, കേരളം എത്രയോ മുൻപിൽ എത്തേണ്ടതായിരുന്നു, ഇതിലും എത്രയോ മുൻപിൽ എത്തേണ്ടതായിരുന്നു. കേരളത്തിലുള്ള സവിശേഷമായിട്ടുള്ള സാഹചര്യവും എല്ലാ പ്രകൃതി അനുഗ്രഹിച്ച് നൽകിയിട്ടുള്ള എല്ലാ സാഹചര്യവും കേരളത്തിലുണ്ട്. ഇവിടെ ശ്രീ സുജാത പറഞ്ഞ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞു. സുജാത പറഞ്ഞ കാര്യം അത് നോക്കൂ, ഇപ്പൊ UP-യെ കളിയാക്കിക്കൊണ്ട് അവർ പറഞ്ഞു, UP-യുടെ അവസ്ഥ അവർ പറഞ്ഞു. ശരിയാണ്, UP ഒരു ബിമാരു സ്റ്റേറ്റ് എന്നാണ് ഇത്രയും കാലം വിളിച്ചിരുന്നത്. UP മാത്രമല്ല, മധ്യപ്രദേശ് ഉൾപ്പെടെയുള്ള പല സംസ്ഥാനങ്ങളെയും അങ്ങനെയാണ് നമ്മൾ കണ്ടിരുന്നത്. കാരണം അവിടുത്തെ രാഷ്ട്രീയ കാലാവസ്ഥയും ഒക്കെ അതിന് പ്രത്യേക ഘടകങ്ങളായിരുന്നു. ഒരു 10-20 വർഷക്കാലം മുമ്പുള്ള കഥയൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പോൾ UP-യെ കളിയാക്കുന്ന സുജാതയുടെ മനസ്ഥിതിയുള്ള മലയാളികൾ ആരെയാണ് കളിയാക്കിയിരുന്നത്? തൊട്ടപ്പുറത്തുള്ള തമിഴിനെ കളിയാക്കിയിരുന്നു, തെലുങ്കിനെ കളിയാക്കിയിരുന്നു.
പല നമ്മൾ ഈ ഒരു ചാനൽ ചർച്ചയിൽ പറയാൻ പാടില്ലാത്ത പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ടുള്ള പദപ്രയോഗങ്ങൾ കൊണ്ട് നമ്മൾ തമിഴന്മാരെയും തെലുങ്കന്മാരെയും കളിയാക്കിയിരുന്ന ഒരു കാലം ഒരു 90-കളിലുണ്ടായിരുന്നു. അന്ന് കേരളത്തിലേക്ക് വന്നിരുന്ന മൈഗ്രന്റ് ലേബേഴ്സിൽ 99% ഈ തമിഴ്നാട്ടിലെയും ആന്ധ്രയിലെയും ആളുകളായിരുന്നു. ഇന്ന് ഒരാൾ പോലും വരുന്നില്ല. എന്താ കാരണം? അവിടെ ഇൻവെസ്റ്റ്മെന്റ് നടന്നു. എങ്ങനെ ഇൻവെസ്റ്റ്മെന്റ് നടന്നു? അവിടെ നമ്മുടെ മാനുഫാക്ചറിംഗ് സെക്ടറിൽ നടന്നുള്ള ഇൻവെസ്റ്റ്മെന്റ് കൊണ്ട് അവിടെ ജനങ്ങളുടെ ജീവിത നിലവാരത്തിൽ വർധനവുണ്ടായി. ഇന്ന് അവരെ കളിയാക്കാനുള്ള ധൈര്യം സുജാതയ്ക്ക് പോലും ഇല്ല. കാരണം അവരുടെ എല്ലാം ജീവിത നിലവാരം മെച്ചപ്പെട്ടു. അവര് ഓടി നമ്മളോടൊപ്പമോ നമ്മുടെ മുൻപിലും എത്തിക്കഴിഞ്ഞു. യുപിയും അതുപോലെ ഒരു ഓട്ടം ഓടിക്കൊണ്ടിരിക്കും. അവർ സ്പ്രിന്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. അല്ലല്ല, അരുൺ മറുപടി പറയണ്ട. ഒരു മിനിറ്റ് അരുൺ മറുപടി പറയണ്ട. ഞാൻ പൂർത്തിയാക്കട്ടെ. അല്ല, ഒരു മിനിറ്റ് മറുചോദ്യം ഒന്നും വേണ്ട. ഞാൻ പൂർത്തിയാക്കട്ടെ. ആരും വേണ്ടെന്നേ. ഞാൻ പൂർത്തിയാക്കട്ടെ. ഒരു മിനിറ്റ് അരുൺ സ്ഥിരം പരിപാടി വേണ്ട. ഒരു മിനിറ്റ് ഞാൻ പൂർത്തിയാക്കട്ടെ. സ്ഥിരം പരിപാടി വേണ്ട. അല്ലല്ല, സ്ഥിരം പരിപാടി വേണ്ട. നിർത്ത്. ഞാൻ പൂർത്തിയാക്കട്ടെ. ഒന്ന് പൂർത്തിയാക്കട്ടെ. ബിജെപി ഞാൻ പൂർത്തിയാക്കട്ടെ. ഒരു ഭയമില്ല ഇവിടെ. കാര്യം പറയട്ടെ. ഞാൻ പൂർത്തിയാക്കട്ടെ. ഞാൻ ഈ കാര്യം പൂർത്തിയാവുന്നതിന് മുമ്പ് നിങ്ങൾ അതിൻ്റെ കിടന്ന് ഇന്ററപ്റ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. സുജാത പറയുമ്പോൾ നിങ്ങൾ ഇന്ററപ്റ്റ് ചെയ്തില്ല. ഞാൻ പൂർത്തിയാക്കട്ടെ. ഇവിടെ UP അടക്കമുള്ള ബീമാരു സ്റ്റേറ്റുകൾ എന്ന് വിളിച്ചിരുന്ന പരമ്പരാഗതമായി വലിയ തോതിൽ പല തരത്തിലുള്ള സാഹചര്യങ്ങളാൽ പിന്തള്ളപ്പെട്ടു പോയിരുന്ന വിഭജനം ഉൾപ്പെടെ അല്ലെങ്കിൽ അധിനിവേശ ശക്തികളുടെ ആക്രമണം ഉൾപ്പെടെ നേരിട്ടിട്ടുള്ള അത്തരം സംസ്ഥാനങ്ങൾ ഇന്ന് അതിവേഗം അവർ സ്പ്രിന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു പക്ഷേ അടുത്തൊരു 20 വർഷമോ 10 വർഷമോ കഴിയുന്ന സമയത്ത് അവർ നമ്മളോടൊപ്പമോ നമ്മളിൽ മുൻപോ എത്തുന്ന സമയത്ത് നമുക്ക് അവരെ കളിയാക്കാനും സ്പേസ് ഇല്ലാതെ പോകുമെന്നാണ് സുജാതയോട് പറയാനുള്ളത്. ഒരു കാര്യം കൂടി പറയാം. ബംഗാളിൽ ഉണ്ടോ, ബംഗാളിലും കേരളത്തിലും മാത്രമാണ് ഞങ്ങൾക്ക് പൊളിറ്റിക്കൽ സ്പേസ് ഇല്ലാത്തെന്ന് പറഞ്ഞു. ബംഗാളിന്റെ കാര്യത്തിൽ അത് ശരിയാണോ? ഞങ്ങൾ നമ്മുടെ പ്രതിപക്ഷമാണ്. 77 MLA ഉണ്ട്, 16 MP ഉണ്ട്. നാളെ ഞങ്ങൾ അധികാരത്തിൽ എത്തില്ലെന്ന് സുജാതയ്ക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുമോ? നിങ്ങളുടെ അവസ്ഥ എന്താ? 35 കൊല്ലം ഭരിച്ചെടുത്ത് നിങ്ങൾ വട്ടപൂജ്യമാണ്. ഞങ്ങൾ കേരളത്തിലും 15% വോട്ടുള്ള പാർട്ടിയായി മാറി കഴിഞ്ഞു. ബംഗാൾ നിങ്ങളുടെ വോട്ടിംഗ് പെർസെന്റേജ് എത്രയാ? 3%, 2%. ബ്രിഗേഡ് ഗ്രൗണ്ടിൽ കൂടുന്ന 5000 പേരെ വെച്ചുകൊണ്ട് നിങ്ങൾ തൃപ്തിപ്പെടേണ്ടി വരികയാണ്. അത്രേ ഉള്ളൂ. കേരളത്തിലെ തൊഴിലാളിക്ക് കിട്ടുന്ന ശരാശരി തുക എത്രയായിട്ടാണ് കേരളത്തിന്റെ സാമ്പത്തിക അവലോകന റിപ്പോർട്ടിൽ പറയുന്നത് താങ്കൾക്കറിയാമോ? 792 രൂപയാണ് ശരാശരി. അത് ശരിയാണ്. കാർപ്പൻ്ററുടെ കാര്യത്തിൽ വന്നാൽ 1000 രൂപയിലധികം പോകും. ഗുജറാത്തിലെ ശരാശരി ഒരു കെട്ടിട നിർമ്മാണ തൊഴിലാളിക്ക് കിട്ടുന്നത് എത്ര രൂപയാണ്? ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിന്റെ കാര്യത്തിലൊക്കെ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തതാണ്. 2002 മുതൽ BJP മാത്രം ഭരിക്കുന്ന ഗുജറാത്തിലെ ഒരു ശരാശരി തൊഴിലാളിക്ക് കിട്ടുന്നത് എത്ര രൂപയാണ്? കേരളത്തിൽ ഇത് 792 രൂപയാണ്. താങ്കൾ പറയും. അരുൺ, നിങ്ങൾ ഈ കേരളത്തിലെ പ്രവാസികൾ ഉൾപ്പെടെയുള്ള ആളുകൾ അയക്കുന്ന പണം കൊണ്ട് കേരളത്തിലെ തൊഴിലാളികൾക്ക്, അത് മലയാളികളാണ് എന്ന് നിങ്ങൾ ധരിക്കരുത്, കേരളത്തിൽ വരുന്ന അന്യസംസ്ഥാന തൊഴിലാളികൾ ഇപ്പോൾ കൂടുതലുള്ളത്, അവർക്ക് നമ്മുടെ അൺഓർഗനൈസ്ഡ് സെക്ടറിൽ പല സ്ഥലങ്ങൾക്കും തൊഴിലാളികൾക്ക് കിട്ടുന്ന കൂലിയുടെ കണക്ക് പറഞ്ഞിട്ടാണ് നിങ്ങൾ ഗുജറാത്തിനെ കമ്പയർ ചെയ്യുന്നതെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഗുജറാത്തിൽ നിന്ന് പിന്നെ ഒരു അന്യസംസ്ഥാന തൊഴിലാളി ഇങ്ങോട്ട് വരുന്നില്ല. ഗുജറാത്തിൽ ഇവിടെ 700 രൂപയുണ്ട്. ഗുജറാത്തുകാർ ഇവിടെ ഞങ്ങളില്ല. വരുന്ന എവിടുന്ന? അല്ല വരുന്നത് എവിടുന്ന്? ഇല്ല. ഗുജറാത്തിലെ തൊഴിലാളിയുടെ ശരാശരി ഇല്ല. വരുന്നത് അധികവും ബംഗാളിൽ നിന്നാണ്. 35. അല്ല, ഞാൻ പറയട്ടെ, അരുണയിൽ പൂർത്തിയാക്കട്ടെ. ഗുജറാത്തിൽ നിന്ന് ആരും ഇങ്ങോട്ട് പൊറോട്ട അടിക്കാൻ വരുന്നില്ല. ഞങ്ങളുടെ BJP ഒരു നേതാവ് ഇവിടെ പൊറോട്ട അടിക്കുന്നില്ല. ബംഗാളിലെ CPM നേതാക്കന്മാരാണ് ഇവിടെ ഹോട്ടലിൽ വന്നിട്ട് ഇപ്പോൾ പൊറോട്ട അടിച്ചു. കാരണം ബംഗാളിലാണ് 35 വർഷം ഭരിച്ച് കൊളാക്കിയിട്ടുള്ളത്. CPM ഭരിച്ച സ്ഥലങ്ങളിൽ നിന്നാണ് ഇങ്ങോട്ട് ആൾ വന്നിട്ടില്ല. ഞങ്ങൾ ഭരിച്ച ഇല്ല ഗുജറാത്തിൽ അല്ല നിങ്ങൾ അങ്ങനത്തെ ഒരു ലോജിക് കൊണ്ടുവരണ്ട. ഗുജറാത്തിൽ വന്ന ഇൻവെസ്റ്റ്മെന്റും ഗുജറാത്ത് കഴിഞ്ഞ 20 വർഷത്തിൽ കൈവരിച്ചിട്ടുള്ള എല്ലാ മേഖലയിലും കൈവരിച്ച നേട്ടവും മുന്നേറ്റവും നിങ്ങൾ ഗുജറാത്തിൽ അല്ല. ഞാൻ പറയാം, എനിക്കില്ല. ഞാൻ മറിച്ചൊരു ചോദ്യം ചോദിച്ചതേ ഉള്ളൂ. പക്ഷേ അത് 250 രൂപയിൽ താഴെ മാത്രമാണ്. 500 രൂപയുടെ ഡിഫറൻസ് ഉണ്ട്. അല്ല, മറിച്ച് ചോദ്യം ഞാൻ ചോദിക്കുന്നേ, അത്രേ ഉള്ളൂ. ഇനി CS സുജാത അല്ല, അങ്ങനെ താരതമ്യം ചെയ്യാൻ പറ്റില്ലെന്നേ. അല്ല, CS സുജാത അതൊരു താരതമ്യമേ അല്ല. കാലങ്ങളായി എങ്ങനെയാ. You are watching Reporter Evening Show.